കുറേ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് ഈ കുട്ടിക്ക്. അപ്പൊ ഈ കുട്ടിയുടെ ജീവിതത്തിൽ ഏറ്റവും അധികം വലിയൊരു പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ എവ്രി നൈറ്റ് ഷീ ഡ്രീംസ് ദാറ്റ് ഷീസ് പ്ലേയിങ് ഫുട്ബോൾ ആൻഡ് കൂടെ കളിക്കുന്നത് ഹൃതിക് റോഷൻ ആണ്. കാരണം ഷീസ് very എന്താ പറയുക, she has a crush on Hrithik Roshan and her brother, a special needs ഉള്ള ആ കുട്ടി who has cerebral palsy. അപ്പൊ അതന്നെ ഒരു ഇമ്പോസിബിൾ ഡ്രീം ആയിട്ട് കാണിക്കുകയാണ്. കാരണം she is playing football and Hrithik Roshan is the team captain and her brother is the goalie. ഞാൻ പറയുന്നത് ഇപ്പൊ എല്ലാരും നല്ല എന്താ പറയുക സൽസ്വഭാവികളായിട്ട് വളരണം എന്ന് അങ്ങനെയല്ല ഞാൻ പറയുന്നത്. പക്ഷെ ബേസിക് ഹ്യൂമൻ വാല്യൂസ്, ടു ബി ഏബിൾ ടു ഡിസ്റ്റിംഗ്വിഷ് റൈറ്റ് ഫ്രം റോങ്, അത്രേ വേണ്ടു. ഒരു മോറൽ കോമ്പസ് ക്രിയേറ്റ് ചെയ്യുക ഒരു ഹ്യൂമൻ ബീയിങ്ങിന്. ആ മോറൽ കോമ്പസ് ക്രിയേറ്റ് ചെയ്യാൻ വൺ ഓഫ് ദ എയ്ഡ്സ് ഇസ് ലിറ്ററേച്ചർ, ഡെഫിനറ്റ്ലി. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ മല്ലു ഷോ. എന്തൊക്കെയുണ്ട്, സുഖമാണെന്നൊക്കെ വിചാരിക്കുകയാണ്. സോ വീണ്ടും ഒരു ഗസ്റ്റ് എപ്പിസോഡായിട്ടാണ് ഞാൻ ഇപ്രാവശ്യം നിങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ളത്. ആൻഡ് ഇന്നത്തെ എപ്പിസോഡിൽ ത്രൂ ഔട്ട് നിങ്ങൾ കാണാണെന്നുള്ളത് നിങ്ങൾക്ക് കാണും. എന്റെ മുഖം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ലിറ്റ് ആവുന്നത്, ബൾബ് പോലെ ഇങ്ങനെ കത്തുന്നത് കാണാനായിട്ട് പറ്റും. സോ ഐ ഹാവ് ബീൻ ഹാവിങ് ദോസ് വാവ് കൈൻഡ് ഓഫ് മൊമെന്റ്സ് എ ലോട്ട് ത്രൂ ഔട്ട് ദിസ് കോൺവെർസേഷൻ. ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ നമ്മളോടൊപ്പം വേൾഡ് റിനൗണ്ട് ആയിട്ടുള്ള ബെസ്റ്റ് സെല്ലിംഗ് ഓതർ ആയിട്ടുള്ള അവാർഡ് വിന്നിംഗ് ഓതർ ആയിട്ടുള്ള അനിത നായർ നമ്മളോടൊപ്പം ഉണ്ട്. ആൻഡ് അനിത നായരെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, ക്രോസ് വേർഡ് പ്രൈസ്, നാഷണൽ ഫിലിം അവാർഡ് തുടങ്ങി ഒരുപാട് അവാർഡ്സ് കരസ്ഥമാക്കിയിട്ടുണ്ട്. മാത്രമല്ല ഹാർപ്പർ കോളിൻസും പെൻഗ്വിൻ ബുക്കേഴ്സ് ഒക്കെ ആയിട്ട് ഒരുപാട് പുസ്തകങ്ങൾ, ആക്ച്വലി 23-ലധികം പുസ്തകങ്ങൾ പല ജോണേഴ്സിലായി കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ ആയിട്ട് എഴുതി പബ്ലിഷ് ചെയ്തിട്ടുള്ള ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള ഇന്റർനാഷണൽ ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള ഒരു ഓത്തറാണ്. ആൻഡ് ഈ എപ്പിസോഡ് നമ്മൾ ആക്ച്വലി പെൻഗ്വിൻ ബുക്കേഴ്സുമായിട്ട് ചെയ്യുന്ന കൊളാബറേഷൻസിന്റെ സീരീസിലെ വേറൊരു എപ്പിസോഡ് കൂടിയാണ്. ഇന്നത്തെ ഈ ഒരു ഡിസ്കഷനിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, എസ്പെഷ്യലി സ്റ്റാർട്ട് ഫ്രം ചൈൽഡ്ഹുഡ്, നമ്മുടെ ഇൻഫ്ലുവൻസസ്, എന്തുകൊണ്ട് നമ്മുടെ ചൈൽഡ്ഹുഡിലേക്ക് പുസ്തകങ്ങളും നമ്മുടെ ഡിസ്ട്രാക്ഷൻസും കാര്യങ്ങളും മാറ്റർ ആയിട്ട് വരുന്നു, അതേപോലെ തന്നെ പാഷൻ ഫോളോയിങ്ങിനെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ, റൈറ്റിംഗ്, അങ്ങനെ നമുക്ക് റെസനേറ്റ് ചെയ്യുന്ന, നമുക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള, നിങ്ങൾ ഏത് പ്രായക്കാരാണെന്നുണ്ടെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു കോൺവെർസേഷനാണ് ഈ ഒരു കോൺവെർസേഷൻ എന്ന് പറയുന്നത്. ത്രൂ ഔട്ടായിട്ട് പല സമയങ്ങളായിട്ട് എനിക്കിങ്ങനെ ഒരു റെലവേഷൻ വരുന്ന രീതിയിലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടാവും. സോ എന്തെങ്കിലും ഒരു ടേക്ക് അവേ നിങ്ങൾക്ക് ഈ ഒരു എപ്പിസോഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് us know in the comments, അല്ലെങ്കിൽ ഒരു ഇമെയിൽ ആയിട്ട് അറിയിക്കാം. ഇഫ് പോസിബിൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങളുടെ സ്റ്റോറീസിലും മറ്റൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക, എന്നെയും അനിതനെയൊക്കെ ടാഗ് ചെയ്യുക. ദാറ്റ് വുഡ് ബി റിയലി ഗ്രേറ്റ്ഫുൾ ഫോർ ഓൾ ഓഫ് us ആൻഡ് ഫോർ ദ പോഡ്കാസ്റ്റ് ആസ് വെൽ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹവും സഹകരണവും ഒക്കെ തന്നെയാണ് ഇവിടം വരെ എത്തിച്ചിട്ടുള്ളത്. ഇവിടുന്ന് അങ്ങോട്ടും അത് തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. സോ ദിസ് ഈസ് യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് ദ മല്ലു ഷോ ആൻഡ് ദിസ് ഈസ് അനിത നായർ ആൻഡ് റിസ്വാൻ റംസാൻ in a conversation for you. Happy listening, happy viewing. So first of all, thank you so much for being here, taking time, and obviously, you're someone very experienced with writing. I didn't know that you had 20 plus years of experience in writing. And you are into crime thrillers as well, right? You said like you are into thrillers as well. It's very recently just been trying to explore the world of this crime and thrilling and all of that. And that too, adu ഞാന് കാ ഫെസ്റ്റിവലിന് പോയതിനു ശേഷം അവിടെ I've been on a discussion about thrillers. Okay. And it was from there, okay, like I saw people are like so excited to talk about crime and thriller and all of that. So I thought, okay, maybe I should give a try as well. So I'm very excited for this discussion. And to kick off this discussion, ഞാൻ എല്ലായിടത്തും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. The first question that I ask everyone is, നമ്മള് generally we have our own designations, like labels that been assigned to us, right? Apart from that, if I were to ഞാനിപ്പം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ how എങ്ങനെയായിരിക്കും like what would be the 3 words that you would choose to define yourself out of that? സ്റ്റോറി ടെല്ലർ. പിന്നെ ഇത്ര കാലം 3 വാക്കുകളുടെ ഒന്നും ഇതുവരെ ആലോചിച്ചിട്ടില്ല. ഞാൻ ഒറ്റ, ആര് ചോദിച്ചാലും ഞാൻ പറയും എനിക്ക് എന്താണ്, ഐ ഡോണ്ട് കോൾ മീ റൈറ്റർ, ഓഥർ ആൻഡ് ഓൾ ദാറ്റ്, ബിക്കോസ് ഐ ലൈക്ക് ടു കോൾ മൈസെൽഫ് എ സ്റ്റോറി ടെല്ലർ. പിന്നെ ട്രാവലർ ആൻഡ് നേച്ചർ ലവർ. Okay, storyteller, traveler, and nature lover. Yes. Okay, so generally ആൾക്കാര് ഈ 3 ഡെഫിനേഷൻ പറയുന്ന സമയത്തൊക്കെ അതല്ലാണ്ട് ഔട്ട് ഓഫ് ദിസ് വാട്ട് ഈസ് one way like people misunderstands you, like from your labels? Author എന്ന് പറയുന്ന സമയത്ത് you just corrected me. അതിന്റെ ബേസിൽ I'm asking the question. Like you said, like mostly I'm not an author, I'm a storyteller. So how is
how does people misunderstand you on that basis? Yeah, and that's the thing is like, I like to believe that it's not just the writing. It's important that I tell a story. അവിടെ എനിക്ക് തോന്നുന്ന ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് ഞാൻ കൊടുക്കുന്ന കഥയ്ക്കാണ്. കഥയ്ക്കും പിന്നെ അതില് വരുന്ന ക്യാരക്ടേഴ്സിന്. അപ്പോ എന്റെ കഴിവ്, ഞാനൊരു എഴുത്തുകാരി എന്നുള്ള നിലയിൽ ഞാൻ എങ്ങനെയാണ് എഴുതുന്നത് മാത്രമല്ല എനിക്ക് ഇമ്പോർട്ടൻറ്റ്. It's equally important to me that the story that I tell is significant. അപ്പൊ അതുകൊണ്ട് ആണ് ഞാൻ ഈ സ്റ്റോറി ടെല്ലർ എന്ന് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാല്, സ്റ്റോറി ടെല്ലർ എന്ന് പറയുമ്പോൾ നമ്മൾ പണ്ടത്തെ ഈ ഓറൽ ട്രഡീഷൻ എടുക്കുമ്പോൾ സ്റ്റോറി ടെല്ലേഴ്സ് അവരുടെ കഥയ്ക്ക് ഒരു ഉദ്ദേശം ഉണ്ടാവും, എന്തെങ്കിലും ഒരു ഉദ്ദേശം ഉണ്ടാവും ഒരു കഥ പറയുമ്പോൾ. അല്ലാതെ എന്റെ കഴിവ് എത്രയാണെന്ന് കാണിക്കാൻ എന്നുള്ള മാത്രമുള്ള ഒരു പ്ലാറ്റ്ഫോം അല്ല അത്. അപ്പൊ ഞാൻ കഥ പറയുമ്പോ എന്റെ കഥയ്ക്ക് എന്തെങ്കിലും, ഈ കഥ എന്റെ റീഡറിൽ എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു ചോദ്യങ്ങള് ഉണർത്തണം എന്നാണ് എനിക്ക് തോന്നുന്നത് വൺ ഓഫ് ദി തിങ്സ് ഐ എയിം ഫോർ. അല്ലാതെ അവര് ഈ പുസ്തകം വായിച്ചു കഴിയുമ്പോൾ എന്തെങ്കിലും വിധത്തില് അവരില് ആ വായനക്കാരൻ അല്ലെങ്കിൽ വായനക്കാരി എന്തെങ്കിലും ഒരു make them think. I want them to think about what I've written. Apo that's why, and that is like the primary purpose of a storyteller. Yeah, ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. That is, the world is run on stories. I think I say this every time. Generally, when I talk with people, usually I'm പറയുന്ന കാര്യം, the world is run on stories. You like say your story, tell your story. Be your own character, romanticize your life എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എപ്പോഴും പറയും. ജനറലി naturally when we talk, I love philosophy, so generally I just align to that side. So like നിങ്ങളിപ്പം you write or you have written a lot of stories, especially recently you have written a story or a book for children, right? And it's about dreaming, and it's about chasing a dream and pandemic and so many things, right? So ഞാൻ മനസ്സിലാക്കിയത്തോളം pandemic was a time where a lot of stories were told, a lot of stories were built, and a lot of stories vanish ആയ ടൈമും കൂടിയാണ് pandemic എന്ന് പറയുന്നത്. So is like, how did pandemic paved, if I were to ask, ഒരു very unforeseen, I would say, time ആയിരുന്നു, very uncertain. And when I read the context of the book as well, it's about എന്താ പറയാ, school പോവാണ്, the uncertainties and difficulties of talking with people, telling stories of life. That is somewhere I connected. So how did that happen? How did the book happen? Or what did like, how did the dreams, അല്ലെങ്കിൽ ബുക്കിന്റെ ഇപ്പം ടൈറ്റിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ it's about Bipathu and the dreams, right? So our dreams, why dreams, and why, like, how is that connected to pandemic and stories and all of that in a nutshell? ഇതില് പാൻഡമിക്കിന് എത്ര വലിയ എന്താ പറയാ പ്ലേസ് ഒന്നുമില്ല, എക്സെപ്റ്റ് ദാറ്റ് ഇറ്റ് ഗിവ്സ് എ കോണ്ടെക്സ്റ്റ് ടു ദ സ്റ്റോറി. കാരണം ബിപാത്തു ഒരു ചെറിയ, ഞാനിപ്പോ ഉദ്ദേശിച്ചിരിക്കുന്ന കൈക്കുറുഷി എന്ന് പറഞ്ഞൊരു ഗ്രാമമാണ് ഇതിന്റെ പേര്, ഈ ഗ്രാമത്തിന്റെ പേര്. പക്ഷെ അത് ഇറ്റ് ഈസ് മോഡൽഡ് ഓൺ മൈ വില്ലേജ്, മുണ്ടക്കോട്ട് കുറുഷി എന്ന് പറയുന്ന സ്ഥലം. അപ്പോ അത് ഞങ്ങൾ എത്രയോ ജനറേഷൻസ് ആയിട്ട് എന്റെ ഫാമിലി അവിടെ തന്നെയാണ് ജീവിച്ചിരിക്കുന്നത്. അപ്പൊ എനിക്ക് ഭയങ്കര ഒരു കൂട്ടിപ്പിടുത്താണ് ആ സ്ഥലത്തിനോട്. അവിടെ അധികകാലം എന്താ പറയാ, ആസ് എ റെസിഡന്റ് അവിടെ ഇല്ലെങ്കിലും ഞാൻ എവറി 2 months ഐ എം there. സോ ഐ സ്പെൻഡ് ലൈക്ക് അബൌട്ട് ലൈക്ക് അങ്ങനെ കണക്ക് നോക്കുക വെച്ചാൽ ഒരു 2-3 മാസം ഒരു കൊല്ലത്തിൽ ഐ എം there മുണ്ടക്കോട്ട് കുറിശിയിൽ. അപ്പൊ അത്രയും എന്താ പറയാ എന്റെ ഉള്ളില് അത് ഇറങ്ങിയ ഒരു സ്ഥലമാണ്. അപ്പോ ഈ ബിപാത്തുവിന്റെ കഥ എഴുതാനുള്ള 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, ഞാന് എന്റെ വീട്ടിന്റെ തൊട്ടടുത്ത ഒരു മദ്രസ ഉണ്ട്. അപ്പോ രാവിലെ കുട്ടികൾ പോവും അവിടേക്ക്, മദ്രസയിലേക്ക് പോണ സമയത്ത്. പണ്ട് ഞാൻ എന്റെ പേരൻസിന്റെ വീട്ടിന്റെ അടുത്തൊരു ചെറിയൊരു കോട്ടേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഇവർക്കത് ഭയങ്കര ഈ കുട്ടികൾക്ക് ഭയങ്കര ഒരു കൗതുകമാണ് എന്നെ കാണുമ്പോൾ. കാരണം ഐ ഡോണ്ട് കൈൻഡ് ഓഫ് ലുക്ക് ലൈക്ക് ഐ ബിലോങ് ടു ദ വില്ലേജ്. അപ്പോ ഒരു കുട്ടികൾ രാവിലെ പോകുമ്പോ ഞാൻ രാവിലെ ചിലപ്പോ ചായ കുടിച്ച് അവിടെ ഇരിക്കുന്നുണ്ടാവും വെറാണ്ടയില്. അപ്പൊ അതേ കൂടെ പോകുമ്പോ അവര് വിളിച്ചു പറയും, ഗുഡ് മോർണിംഗ് മദാമ എന്ന് പറയുന്നത്. എന്നിട്ട് അങ്ങനെ തുടങ്ങിയതാണ്. അപ്പൊ എനിക്ക് എപ്പോഴും ചെറിയ വരും അത് കേൾക്കുമ്പോ.
അപ്പോ അങ്ങനെ ഈ കുട്ടികൾ പോയി വരിക കാണുമ്പോ പിന്നെ അങ്ങനെ ഞാൻ വിചാരിച്ചു ഈ ഒരു ക്യാരക്ടർ, ഈ കുട്ടികളുടെ ഒരു ക്യാരക്ടർ ഇപ്പൊ ഈ കുട്ടികളെ ബേസ് ചെയ്ത് ഒരു ക്യാരക്ടർ എടുത്തിട്ട് ക്രിയേറ്റ് ചെയ്യാച്ചാല് എങ്ങനെയായിരിക്കും ഈ കഥ പോവുക എന്നുള്ളത്. ആ സമയത്താണ് ഈ പാൻഡമിക് വരുന്നത്. അപ്പൊ പാൻഡമിക് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം ഇത് പാൻഡമിക് ഹാഡന്റ് ഹാപ്പൻഡ്, എനിക്ക് തോന്നുന്നില്ല ഇത്ര ചേഞ്ചസ് ഉണ്ടാവും കഥയിൽ. പക്ഷെ ഇതിലൊരു ഹെൽത്ത് ഇൻസ്പെക്ടർ വരുന്നു. കാരണം ആ സമയത്ത് ധാരാളം ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് റെസിഡൻസ് ആയിട്ട് വില്ലേജസിലൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഈ വർക്കേഴ്സിന്റെ കൂടെയും ഒക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ അവിടെ വരുന്നു. അയാളുടെ ഒരു മകനുണ്ട് ഹു പ്ലേസ് ഫുട്ബോൾ. ഈ ബീപാത്തു കുട്ടിക്ക് ഫുട്ബോൾ കളിക്കണമെന്ന്. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാല് എന്റെ അവിടുത്തെ വില്ലേജില് ഒരു 4-5 പീടികളുണ്ട്. പീടികളുടെ ആ സ്ഥലത്തിന് അവര് കളിയാക്കിയിട്ട് പണ്ട് ഏതോ ബസ് സർവീസ് വന്ന സമയത്ത് അവർ ആ സ്ഥലത്തിന് സിറ്റി എന്ന് പേരിട്ടു. മുണ്ടക്കോട്ട് കുറിശി സിറ്റി എന്നാണ് അതിന്റെ പേര്. അത് നല്ലൊരു ഇപ്പൊ കുറച്ചും കൂടെ പുരോഗമനമൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ പണ്ട് നത്തിങ് ദർ. ഒരു 4-5 പീടികളും വേറെ ഒന്നുമില്ല. എന്റെ ഭാഷ ഭയങ്കര നാടനാട്ടോ. പീഡിയ എന്നൊക്കെ ഞാൻ പറയുമ്പോ എല്ലാരും ചോദിക്കുന്നുണ്ട്, പീഡിയ ആരങ്ങനത്തെ വാക്കുകൾ ഉപയോഗിക്കണപ്പോ. അപ്പോ അവിടെ സ്ഥിരം ഈ ഫുട്ബോൾ ഫ്ലെക്സ് ബോർഡ്സ് കാണും. വേൾഡ് കപ്പ് ഉണ്ടായ സമയത്ത് ഞാൻ സ്ഥിരം കണ്ടില്ല. ഇപ്പൊ അടുത്താണ് അത് ഊരിയിരിക്കുന്നത്. ഞാൻ ഇപ്പൊ ഒരു 2-3 ആഴ്ച പോയപ്പോഴാണ് അത് റിമൂവ്ഡ്. നെയ്മാറും മെസ്സിയും റൊണാൾഡോയും പിന്നെ പണ്ട് ഇംഗ്ലണ്ട് പ്ലേ ചെയ്യുമ്പോ ബെക്കമിന്റെ ഒക്കെ ഫ്ലെക്സ് ഒക്കെ ഉണ്ടാവും അവിടെ. അപ്പൊ ഞാൻ എപ്പോഴും വിചാരിക്കാം, പിന്നെ ധാരാളം നാട്ടിൽ കാണുന്നതും ആ മലപ്പുറം സൈഡിലത്തെ ഇൻഫ്ലുവൻസ് ഉള്ള കാരണമായിരിക്കും സെവൻസിന്റെ ടീംസ് ഉണ്ടാവും, അവര് കളിക്കുന്നുണ്ടാവും. അവിടെ ചിലപ്പോ അങ്ങനെ വിളിച്ചു പോണ കേൾക്കാം, അങ്ങനെ ടൂർണമെന്റ് നടക്കാൻ പോകണ്ട എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഒരു പെൺകുട്ടിക്ക് ഫുട്ബോൾ കളിക്കണം വെച്ചാൽ, ഇത്രയും ഫുട്ബോൾ പ്രേമിക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ് കേരള. പക്ഷെ പെൺകുട്ടികൾക്ക് ഫുട്ബോൾ കളിക്കണം വെച്ചാല് ഐ ഡോണ്ട് നോ വാട്ട് ആർ ദ അവൈലബിൾ ഓപ്പർച്യൂണിറ്റീസ്. പിന്നെ ഞാൻ ഇത്ര കാലം മുണ്ടക്കോട്ട് കുറിശിയിൽ ഞാനൊരു പെൺകുട്ടി ഫുട്ബോൾ കളിക്കാൻ കണ്ടിട്ടില്ല. അപ്പോ ഇത്രയും ആൺകുട്ടികൾക്കുള്ള ഒരു ഫുട്ബോളിനോടുള്ള ഈ ഭ്രമം ഒരു പെൺകുട്ടിക്ക് കളിക്കണം വെച്ചാൽ വാട്ട് ഹാപ്പൻസ് എന്നുള്ളൊരു ചോദ്യത്തിൽ തുടങ്ങിയതാണ് ഈ കഥ. അങ്ങനെ ഇറ്റ്സ് അബൌട്ട് എ ലിറ്റിൽ ഗേൾ ഹു ഡ്രീംസ് ഓഫ് പ്ലേയിങ് ഫുട്ബോൾ. ആൻഡ് വാട്ട് ഡസ് ഷീ ഡു ഇഫ് ഷീ വാണ്ട്സ് ടു പ്ലേ ഫുട്ബോൾ? വാട്ട് ഈസ് ദ ഫെസിലിറ്റി അവൈലബിൾ ടു ഹർ? ഇപ്പൊ സ്കൂൾസിൽ തന്നെ എത്രത്തോളാണ് ഇപ്പൊ സ്കൂൾസിൽ ഞാൻ പറയുന്നത്. ഇപ്പൊ ഇത് ഒരു ഗവൺമെന്റ് സ്കൂളിൽ, ഐ ഡോണ്ട് നോ വാട്ട് ദ സിറ്റുവേഷൻ ഇസ് ലൈക്ക് ഇൻ പ്രൈവറ്റ് സ്കൂൾസ്. പക്ഷെ അവിടെ നാട്ടിൽ എനിക്കറിയാം ഗവൺമെന്റ് സ്കൂൾസിൽ ഇപ്പൊ ഒരു പെൺകുട്ടിക്ക് ഫുട്ബോൾ കളിക്കണം വെച്ചാൽ വാട്ട് ഈസ് ദ ഓപ്പർച്യൂണിറ്റി? ഇറ്റ്സ് വെരി ഫ്യൂ അല്ലെ? അപ്പൊ അങ്ങനെ ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു തുടങ്ങിയ കഥയാണത്. ഇങ്ങനെ ഒരു ബിപാത്തു പറഞ്ഞൊരു ചെറിയ കുട്ടി, LP സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി, വീട്ടിൽ അത്ര സാമ്പത്തിക ഇതൊന്നും ഇല്ല. her mother is a single parent. She has an older brother who's a special needs child. അപ്പൊ കുറെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് ഈ കുട്ടിക്ക്. അപ്പൊ ഈ കുട്ടിയുടെ ജീവിതത്തിൽ ഏറ്റവും അധികം വലിയൊരു പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ, എവ്രി നൈറ്റ് ഷീ ഡ്രീംസ് ദാറ്റ് ഷീസ് പ്ലേയിങ് ഫുട്ബോൾ. ആൻഡ് കൂടെ കളിക്കുന്നത് ഹൃതിക് റോഷനാണ്. കാരണം ഷീസ് വെരി എന്താ പറയുക, ഷീ ഹാസ് എ ക്രഷ് ഓൺ ഹൃതിക് റോഷൻ. And her brother, a special needs ഉള്ള ആ കുട്ടി who has cerebral palsy. അപ്പൊ അതന്നെ ഒരു ഇമ്പോസിബിൾ ഡ്രീം ആയിട്ട് കാണിക്കുകയാണ്. കാരണം ഷീ ഈസ് പ്ലേയിങ് ഫുട്ബോൾ ആൻഡ് ഹൃതിക് റോഷൻ ഇസ് ദ ടീം ക്യാപ്റ്റൻ ആൻഡ് ഹർ ബ്രദർ ഇസ് ദ ഗോളി. അപ്പോ ഇറ്റ് ബിഗിൻസ് വിത്ത് an impossible dream. And what does she do? She dreams about it every day, and then she goes to her everyday life and she feeds the hens and does this and, runs chores for her mother. And അങ്ങനത്തെ കുറെ ചെറിയ കാര്യങ്ങളും ചെയ്തിട്ട് ഒരു ചെറിയൊരു സാധാരണ ഒരു കുട്ടിയുടെ ജീവിതമാണ്. പക്ഷെ ഈ കുട്ടിയുടെ വലിയ ഡ്രീമാണിത്, ഫുട്ബോൾ കളിക്കണം. അങ്ങനെ വാട്ട് ഹാപ്പൻസ് ഇൻ ഹെർ ലൈഫ് ദാറ്റ് അലൗസ് ഹെർ ടു സ്റ്റാർട്ട് പ്ലേയിങ് ഫുട്ബോൾ എന്നുള്ളൊരു ഇതാണ് സ്റ്റോറിയാണ് ദിസ് ഇസ് ബേസിക്കലി അബൌട്ട്. ആൻഡ് അതില് there are many elements that come in. She makes friends with a lady there, and then she makes friends with a man called അയാളെ എല്ലാരും മാഷ എന്നാണ് അവിടെ വിളിക്കുക. മൂപ്പര് മാഷ എന്നല്ല, പക്ഷെ എല്ലാരും നാട്ടിൽ വിളിക്കണ മാതിരി മൂപ്പര് മാഷ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ അവരൊക്കെ കൂടി ഇറ്റ് ബിക്കംസ് ലൈക്ക് എന്താ പറയുക, ഒരു മോട്ട്ലി ക്രൂ എന്ന് പറയില്ലേ. ഒരു the lady who's blind, the man who's a middle-aged man, പിന്നെ ഈ കുട്ടിയുടെ ബ്രദർ സാദ്,
ആൻഡ് പിന്നെ ഈ ഫുട്ബോൾ, ഈ ഹെൽത്ത് ഇൻസ്പെക്ടറിന്റെ മകൻ രാഹുൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഫുട്ബോൾ പ്ലെയർ, or at least he is considered a football player, and how do they all kind of come together, and ആ ഒരു പ്രോസസ്സിൽ how does Bipatu's dream come through? അതാണ് ഈ ബുക്കിന്റെ കഥ. അപ്പൊ ഇതൊരു കുട്ടികൾക്കുള്ള കഥയാണ്, അതുകൊണ്ട് അത്ര ഒരു എന്താ പറയുക ഒരു സീരിയസ് കഥയൊന്നല്ല അത്. പക്ഷെ I thought ഇത് തന്നെ യൂസ് ചെയ്തിട്ട് I could talk about a lot of things that people don't want to talk about. One of course is ഈ സ്കൂളിൽ നടക്കുന്ന ബുള്ളിങ്ങിനെ പറ്റിയിട്ട്, പിന്നെ ഒരു സ്പെഷ്യൽ നീഡ്സ് ചൈൽഡ് ഒരു വീട്ടിലുണ്ടാച്ചാല് എങ്ങനെയാണ് ആ കുട്ടിയെ ട്രീറ്റ് ചെയ്യേണ്ടത്. അതിന്റെ ഒരു കാരണം ഇപ്പോഴും എൻ്റെ ഒരു ഫ്രണ്ടിന്റെ മകൻ ഇസ് എ സ്പെഷ്യൽ നീഡ്സ് ചൈൽഡ്, അതുകൊണ്ടാണ് എനിക്ക് അതിനെ കുറിച്ച് ധാരാളം അറിയണത്. അപ്പോ എങ്ങനെയാണ് ഇപ്പൊ ആ കുട്ടിയുടെ അച്ഛനും അമ്മയും വളരെ എന്താ പറയുക ഒരു വേറൊരു ഡിസ്റ്റിങ്ഷൻ ഇല്ലാതെയാണ് അവരുടെ 2 മക്കളെയും വളർത്തുന്നത്. പക്ഷെ പുറത്തു പോകുമ്പോൾ തന്നെ ആ കുട്ടിയെ എങ്ങനെയാണ് അവർ ട്രീറ്റ് ചെയ്യുന്നത് ബാക്കിയുള്ള ആൾക്കാർ, ആ ഒരു വ്യത്യാസം ഉണ്ടല്ലോ. അത് പക്ഷെ നമ്മൾ അതൊരു എവിടെയെങ്കിലും അത് സ്റ്റാർട്ട് ചെയ്യണമല്ലോ, നമ്മൾ പറയാൻ തുടങ്ങണം എങ്ങനെ നമ്മൾ ട്രീറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അത് എവിടെന്നെങ്കിലും തുടങ്ങാം. അപ്പൊ ഏറ്റവും നല്ല പ്ലേസ് എനിക്ക് തോന്നുന്നത് വെച്ചാൽ അത് കുട്ടികൾ തന്നെയാണ് അത് ആദ്യം അറിയേണ്ടത് കാര്യം. കാരണം അതിനെക്കുറിച്ച് സ്കൂൾസിൽ ഇപ്പൊ സംസാരിക്കേണ്ടാവില്ല. ഇപ്പൊ വീട്ടിലൊരു സ്പെഷ്യൽ നീഡ്സ് ചൈൽഡ് ഉണ്ട് വെച്ചാല് ജനറലി ദ ഫാമിലി ഈസ് അഷെയിംഡ് ഓഫ് ദ ചൈൽഡ്. ഒരു ഡേർട്ടി സീക്രറ്റിന്റെ മാതിരി ആ കുട്ടിയെ മാറ്റി നിർത്തുക ഒക്കെ ഉണ്ടാവും. ഇപ്പൊ ഒരു ഫംഗ്ഷൻ ഉണ്ട് വെച്ചാൽ ആ കുട്ടിയെ അതില് ഫാമിലി ഫംഗ്ഷൻ ഉണ്ട് വെച്ചാൽ ആ കുട്ടിയെ എനിക്ക് ശരിക്കും ഇങ്ങോട്ട് എന്താ പറയാ ദാറ്റ് ചൈൽഡ് ഇസ് നോട്ട് പാർട്ട് ഓഫ് ദാറ്റ്. അപ്പോ അങ്ങനത്തെ കുറെ കാര്യങ്ങള് ഐ വോണ്ടഡ് ടു ടോക്ക് അബൌട്ട് ഇറ്റ്. അപ്പോ ഈ ഒരു കഥ became my vehicle for that. Yeah, I believe ഏറ്റവും വലിയ ചേഞ്ച് ദാറ്റ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ, എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാണെന്നുണ്ടെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് മൊമെന്ററി ആയിട്ട് നമുക്കൊരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുന്നില്ല. റൈറ്റ്, ഡെഫിനറ്റ്ലി. ലൈക്ക് വി ക്യാൻ ഓൺലി തിങ്ക് ബിയോണ്ട് ജനറേഷൻസ്. ഇന്നിപ്പോ ഐ ഹാവ് ഹേർഡ് ലൈക്ക് ലോട്ട് ഓഫ് പീപ്പിൾ വെൻ നമ്മൾ ഈ എൻവയൺമെന്റ് പ്രൊട്ടക്ഷനെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഓൾറെഡി ഇത് ആയണ്ടല്ലോ, ഇനി എന്തിനാ വൈ ഡു യു കെയർ നൗ? ലൈക്ക് it's like they only like thinking about now like quick fix in the sense. Yeah, right. I think oru seed when you sow at a place at the right time, the purpose of that seed is, I believe, mostly not to serve or to give a fruit at that time, maybe to someone who is about to come. I believe all this parents are working and all this insurances and everything we take is to think about the future. That's great. അതുപോലെ തന്നെ നമ്മൾ ചെറുപ്പത്തില് നമ്മളെ ഇമ്പാക്ട് ചെയ്യുന്ന ഒരുപാട് സ്റ്റോറീസ് ആണ് വിച്ച് ആസ് വി ഗോ ഓൺ ഷേപ്പ് ദ വേ വി തിങ്ക്. നമ്മുടെ ആസ് എ ക്യാരക്ടർ വി ആർ, ആസ് എ പേഴ്സണാലിറ്റി വി ഡെവലപ്പ് ആൻഡ് എവറിത്തിങ്. അതുപോലെ ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്, നമ്മള് ആദ്യത്തെ നമ്മുടെ ലൈഫിന്റെ 10 വർഷം ലൈക്ക് 5 to 10 years നമുക്ക് ഉണ്ടാകുന്ന ഇമോഷണൽ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റിനെ ഈതർ ഒന്നെങ്കിൽ ഫൊർഗെറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഫൊർഗീവ് ചെയ്യാൻ, അല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ മേലെ ബിൽഡ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ലൈക്ക് ഇഫ് യു ഗെറ്റ് ലൈക്ക് എ ഗുഡ് സ്റ്റോറി, ലൈക്ക് എ ഗുഡ് ചൈൽഡ്ഹുഡ് ഓർ ഗുഡ് things to say for your childhood, your adulthood, your teenage, everything is based on that. If it's very dramatic, very bad, again that is also based on that. So I believe ആ ഒരു ചെറുപ്പം എന്ന് പറയുന്ന ആ ഒരു ടൈമില് the things you hear, the things you consume, നിങ്ങളുടെ ഇൻസൈറ്റ്സ് ആൻഡ് എന്താ പറയാ നമുക്ക് തരുന്ന നമ്മുടെ പാരന്റ്സ് ആയിക്കോട്ടെ, നമ്മുടെ എൽഡേഴ്സ് ആയിക്കോട്ടെ, നമ്മുടെ സൊസൈറ്റി ആയിക്കോട്ടെ, what we gain as like what we suck as a sponge, I believe that is what was shaping us, right? Absolutely. Karanam, you can't distance yourself from the environment you grew up in. So one of the things is that if you probably have access to things that enable the shaping of your personality, then it helps immensely. നമ്മളിപ്പോ ധാരാളം കാണുന്നത് ഇപ്പോ പേരൻസ് ചെയ്യണത് കുട്ടികളെ എങ്ങനെയാണ് അവരുടെ അക്കാഡമിക് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ധാരാളം അവര് സമയവും പൈസയും ഒക്കെ ചെലവാക്കും. പക്ഷെ വാട്ട് അബൌട്ട് ദ ചൈൽഡ്സ് എന്താ പറയാ ക്യാരക്ടർ ഡെവലപ്മെന്റ്? അത് ഞാനിപ്പോ റെഡ് സംതിങ് വെരി ഇൻട്രസ്റ്റിംഗ്.
നമ്മൾ പറയുന്നുണ്ട് ഇങ്ങനെ കുട്ടികള് see when a person is born that they inherit a lot of genetic makeup from the DNA that comes with them from their parents. അതല്ലാതെ every human being is born with 400 separate character traits that has nothing to do with their DNA എന്ന് പറയുന്നത്. So it's very, very important then these character traits are shaped. ഞാൻ പറയുന്നത് ഇപ്പൊ എല്ലാരും നല്ല എന്താ പറയുക സൽസ്വഭാവികളായിട്ട് വളരണം എന്ന് അങ്ങനെയല്ല ഞാൻ പറയുന്നത്. പക്ഷെ ബേസിക് ഹ്യൂമൻ വാല്യൂസ് അതാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ ഒരു എന്താ പറയുക ടു ബി ഏബിൾ ടു ഡിസ്റ്റിംഗ്വിഷ് റൈറ്റ് ഫ്രം റോങ്, അത് അത്രേ വേണ്ടു. ഒരു മോറൽ കോമ്പസ് ക്രിയേറ്റ് ചെയ്യുക ഒരു ഹ്യൂമൻ ബീയിങ്ങിന്. ആ മോറൽ കോമ്പസ് ക്രിയേറ്റ് ചെയ്യാൻ വൺ ഓഫ് ദ എയ്ഡ്സ് ഇസ് ലിറ്ററേച്ചർ ഡെഫിനറ്റ്ലി. കാരണം ഒരു ചെറിയ പ്രായത്തിൽ കുട്ടി വായിക്കണത് ആ കുട്ടിയുടെ മനസ്സിൽ ഇറ്റ്സ് കൈൻഡ് ഓഫ് മേക്സ് കാരണം ഒന്നാമത് ഇറ്റ്സ് എന്താ പറയുക വെർജിൻ ടെറിട്ടറി. അപ്പൊ അതുകൊണ്ട് ദ ഇംപ്രിന്റ് ഇസ് മച്ച് സ്ട്രോങ്ങർ. ഒരു 20 വയസ്സും അല്ലെങ്കിൽ 25 വയസ്സൊക്കെ കഴിഞ്ഞിട്ട് വായിക്കുമ്പോൾ the impact it has on the person's persona is very different. Apo I think it's very important that children's literature kind of is not just fun വേണം. Children's literature should be fun. അല്ലെങ്കിൽ children won't read it. പക്ഷെ ആ ഫണ്ണിന്റെ ഇടയിൽ കൂടെ എങ്ങനെയെങ്കിലും ഒരു ചെറിയൊരു സബ് ടെക്സ്റ്റ് വീവ് ചെയ്യാൻ പറ്റുക വെച്ചാല് then it works wonders. Yeah, that's great. Also, there is again two sides, two contradictions that I see, especially നമ്മുടെ new generation of parents that I've seen. I think the last time ഇതേപോലെ ഒരു ചിൽഡ്രൻ ഇതിന്റെ ഡിസ്കഷൻ വന്ന സമയത്ത് I think I've spoke about it, അല്ലെങ്കിൽ asked about it. നമ്മൾ you see two kind of parents. Like ഒരു parents they give mobile phones and keep the children static, അല്ലെങ്കിൽ devices, and take away the whole എന്താ പറയുക തിങ്കിങ് പ്രോസസ് തന്നെ മാറ്റിയിട്ട് just going on. Whereas suddenly there are parents who invest a lot on books, who invest a lot on experiences, who invest a lot on travel, culture, and that is again very fascinating, right? So രണ്ട് extreme ഉണ്ട്, and it's like very crazy to see. Recently ഞാൻ ഇപ്പൊ 2-3 ദിവസം മുന്നേ I was calling a friend, and not even a friend, a colleague actually. എന്നിട്ട് ഞാൻ ഇങ്ങനെ വിളിച്ച സമയത്ത് ലൈക്ക് ഞാൻ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കാണ്. ലൈക്ക് ഓക്കെ, ഇങ്ങനെ എന്റെ ഫോണ് കുട്ടിയുടെ കയ്യിലായിരുന്നു, കുട്ടിക്ക് ഭക്ഷണം കൊടുക്കാണ്. ലൈക്ക് ഫോണ് യു നോ ദിസ് റൈറ്റ്, വേറെ എന്താ ചെയ്യാ, ഇതാക്കണ്ടേ എന്നുള്ളത്. സോ ഐ ബിലീവ് ഡിസ്ട്രാക്ഷൻസ് എന്നുള്ളത് ഇറ്റ്സ് ബെനിഫിഷ്യൽ, അറ്റ് ദ സെയിം ടൈം ഇൻ സം വേ ഇറ്റ്സ് നോട്ട്. ദ സെയിം വേ ഇറ്റ്സ് ആക്ച്വലി വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം you need to create distractions, whether either phase laanannengil you need to create certain distractions. So as a parent, if you were to not as a parent, or a parent ne, if we were to say like children's stories along distractions and things they consume that really matters, as you said, right? So what would be one thing you would suggest or feedback or something like that for the parents over there to create right distractions? Or could I add on another question? What kind of books would you suggest കുട്ടികൾക്ക് വേണ്ടിയിട്ട്? കുട്ടികൾക്ക് ഞാൻ see one of the things that I think as a distraction, rather than give your phone to the child and ask the child to amuse himself or herself ഭക്ഷണം കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ ഇപ്പോ പേരൻസിന് എന്തെങ്കിലും ചെയ്യണം വെച്ചാല് ഒരു പുസ്തകം കൊടുക്കുക. കുട്ടികളെ പുസ്തകം കൊടുത്തിട്ട് വായനാശീലം എത്ര ചെറുപ്പത്തിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിച്ചോ ദാറ്റ് ഈസ് വണ്ടർഫുൾ. അത് ഇറ്റ് കുഡ് ബി പിക്ചർ ബുക്സ് ഓർ പിന്നെ കളറിംഗ് ബുക്സും ഒക്കെ ആയിട്ട്. അപ്പൊ എനിക്ക് വളരെ എന്താ പറയാ എന്റെ മെമ്മറിയിൽ നല്ലോണം ഓർമ്മ ഉള്ള ഒരു കാര്യം എന്താ വെച്ചാല് I wouldn't eat unless my mother told me a story. So she ran out of stories at some point and then she started concocting stories. അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കില്ല എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ വായിക്കാനൊക്കെ I started reading quite early കാരണം I have an older brother. അപ്പൊ മൂപ്പരെന്താ വായിച്ചിരുന്ന വെച്ചാൽ I would also try and read with him. അപ്പൊ അതുകൊണ്ട് ഒരു ഈ കോമിക്സ് ഒക്കെ വന്നപ്പോ ചിത്രം നോക്കാൻ പറ്റുമല്ലോ, ഈവൻ ഇഫ് യു കാൻറ്റ് എന്താണ് റീഡ്. അപ്പൊ at some point it became like part of my thing that if I open a book there is അവിടെ ഒരു ഭയങ്കര ഒരു മാജിക്കൽ വേൾഡ് ഉണ്ട്.
our magical world is enough to distract me. I mean, is enough to make me want to eat food, make me not waste my time. Waste my time എന്ന് പറഞ്ഞാൽ കുട്ടികൾ കളിക്കേണ്ടത് it's very important. I grew up with a lot of friends and playing and all that. പക്ഷെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു പുസ്തകത്തിന്റെ ഉള്ളിലുള്ള ആ ഒരു എന്താ പറയാ ഒരു ജോയ് ഡിസ്കവർ ചെയ്യണം വെച്ചാല് കുട്ടി പുസ്തകം കയ്യിൽ പിടിച്ചാലല്ലേ ആ ജോയ് ഡിസ്കവർ ചെയ്യുള്ളൂ. അതിന് പേരൻസ് ഇപ്പോ ഇതില് ഈ ബിപാത്തു ബുക്കിൽ തന്നെ ആ കുട്ടി ഡ്രീംസ് ഓഫ് ഓണിങ് എ ബുക്ക് ഫെയറിൽ ഈ നാട്ടില് ധാരാളം എന്താ പറയാ ബുക്ക് ഫെയർസ് ഉണ്ടാവല്ലോ സ്കൂൾസിലൊക്കെ. അപ്പൊ ഈ കുട്ടി ബിപാത്തു ഡ്രീംസ് ഓഫ് ഓണിങ് എ ബുക്ക്. പക്ഷെ അവരുടെ വീട്ടിലത്തെ ആ ഒരു എന്താ പറയാ ഇക്കണോമിക് സിറ്റുവേഷൻ കാരണം a book is a luxury for them. It's not, you can't go and buy a book for 200 rupees or so. It's very expensive to do that for a family which is like, living, which is a BPL kind of family. Apo, a book should be seen as something that is part of a child's, എന്താ പറയാ നമ്മള് കുട്ടികൾക്ക് ഇത് എന്റെ വിചാരം അങ്ങനെയാണ് കേട്ടോ. അപ്പൊ നമ്മള് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കലും പറയാ കുപ്പായം വാങ്ങിക്കൊടുക്കലും പിന്നെ സമയത്തിന് പണ്ട് എന്താ വാക്സിനേഷൻസ് എടുക്കണ മാതിരി കുട്ടികൾക്ക് പുസ്തകവും വാങ്ങിക്കൊടുക്കണം എന്നുള്ളതാണ് എന്റെ എന്താ പറയാ അഭിപ്രായം. കയ്യിലൊരു പുസ്തകം കൊടുത്തു കഴിയുമ്പോൾ ആ കുട്ടിക്ക് പിന്നെ ഇറ്റ്സ് ലൈക്ക് ഹാവിങ് എ ഫ്രണ്ട് ഓൾ ദ ടൈം. യു നെവർ ലോൺലി. ഈ ഒരു കഥാപുസ്തകമോ അല്ലെങ്കിൽ ഒരു കോമിക്കോ അല്ലെങ്കിൽ ഇറ്റ്സ് അബൌട്ട് എൻ ഇൻവെൻഷൻ ഓർ വാട്ട് എവർ ഇറ്റ് ഇസ് ദാറ്റ് വിൽ ജസ്റ്റ് കൈൻഡ് ഓഫ് completely change the child's point of view, the way the child looks at life and everything. Apo angantaru I believe in something like that. But I don't know how much of that is possible. Karanam parents are all the time skeptical about books, I think, to some extent. എന്താ പറയാ ഈ ബെഡ് ടൈം റീഡിങ്ങും ഒന്നും നമുക്ക് സാധാരണ ഇല്ലാത്ത ഒരു പരിപാടിയാണല്ലോ ഇന്ത്യയില്. വെസ്റ്റിലൊക്കെ ഉള്ള മാതിരി പിന്നെ ഇപ്പൊ urban സെന്റേഴ്സിലൊക്കെ സാധാരണ ഉണ്ടാവും വേണമെങ്കിൽ വേർ പീപ്പിൾ ആർ ഏബിൾ ടു ഡു ദാറ്റ്. പക്ഷെ ഒരു സാധാരണ ഒരു സ്മോൾ ടൗൺ അല്ലെങ്കിൽ ഒരു വില്ലേജിലൊക്കെ ഇങ്ങനത്തെ ഓരോ ശീലങ്ങളൊക്കെ ഇല്ല. കാരണം എല്ലാരും വൈകുന്നേരം ടെലിവിഷൻ ഇട്ടിട്ട് they will just sit there and they kind of spend their evenings that way. The child is probably doing their homework or playing a game on their parents' phone or something like that. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ് ഇത് നമ്മളത് കറക്റ്റ് ചെയ്യാൻ പറ്റുക വെച്ചാൽ അത് ഒരു വായനാശീലം ഇൻകൾക്കേറ്റ് ചെയ്യുന്നേ വേണം ചെറിയ പ്രായത്തില്. ഞാന് ചെറുതായിരിക്കണ സമയത്ത് എന്റെ നാട്ടില് കുറച്ച് എനിക്കറിയുന്ന ഒരു അങ്കിൾസ് ഉണ്ട്, എൽഡേഴ്സ് ഉണ്ട്. സോ അവര് ജനറലി നമ്മളിങ്ങനെ വെഡിങ്സിന് ഗിഫ്റ്റ്സ് ഒക്കെ കൊടുക്കൂലേ. സോ I have always seen, these group of friends, they always gift books. Like എല്ലാ marriageനും they always give books. Like collectively they give books. So അന്ന് it was like നമ്മളിപ്പം കാണുന്നത് you see like giving gold and this and that and all of that. പക്ഷെ എപ്പോ കല്യാണം കഴിയുന്ന സമയത്തേക്കും അവര് ആസ് എ ക്ലബ് ആസ് എ ഗ്രൂപ്പ് they always insisted on giving books. Anna I didn't get it. But later on, once I started to pick up slowly this joy of reading book, up and it's like, why would have they done that? Like, why would have they given books at that time? And Shasham, I adopted that. Like, not just for weddings. For me, there are like two things that I really like to give. One is perfume. The other one is books. Oh, nice. Yeah. Like books kana chanale somewhere if you know a person, some things നമ്മൾ ഡയറക്ട്ലി പറയുന്നേക്കാളെ ബുക്ക് ക്യാൻ കൺവിൻസ് ഇറ്റ് ഇൻ എ ബെറ്റർ വേ. ലൈക്ക് നിങ്ങൾ ആദ്യം അനിത സ്റ്റാർട്ട് ചെയ്ത പോലെ തന്നെ ഇഫ് ഇറ്റ് ക്യാൻ ക്രിയേറ്റ് ക്വസ്റ്റ്യൻസ് ബെറ്റർ. ദാറ്റ് ഇസ് വാട്ട് ഐ ഹാവ് അണ്ടർസ്റ്റുഡ്. റീസെന്റ്ലി ഐ റെഡ് ലൈക്ക് എന്താ പറയാ ഗ്രാഫിക്കൽ നോവൽസും കാര്യങ്ങളൊന്നും ഐ യൂഷ്ഡ് ടു നോട്ട് റീഡ് ഇറ്റ്. റീസെന്റ്ലി ഐ റെഡ് എ ബുക്ക്, ദിസ് വൺ റൈറ്റ്, ദ ബോയ്, ദ മ്യൂൾ, ദ ഫോക്സ് ആൻഡ് ദ ഹോഴ്സ്. അത് വായിച്ചപ്പോ ഐ ഫെൽറ്റ് ലൈക്ക് ഓക്കെ, ഈവൻ ലൈക്ക് എ ടൈനി ഗ്രാഫിക്കൽ സ്റ്റോറി ഹാസ് എ ലോട്ട് എന്താ പറയാ നമുക്ക് ചിന്തിപ്പിക്കാനായിട്ട് എന്നുള്ളത്. സോ being an adult also, I believe like if oru habit that you could build for life, I believe that is reading. It would be reading. Because that helps a lot with എന്താ പറയാ നമ്മുടെ
thinking process, how, like, നേരത്തെ പറഞ്ഞ പോലെ തന്നെ what is right, what is wrong, understanding that, to be more human and all of that. So coming from there, I have another question. നേരത്തെ പറഞ്ഞ പോലെ തന്നെ, the സ്റ്റോറിയിൽ ബിപാത്തു is aspiring to be a footballer, എന്താ പറയാ, ഋത്തിക് റോഷൻ and all of that, dreams are there. നമ്മൾ most often these days we connect dreams with passion, right? Two things. So a simple question, I'll start and from there we'll take it from there. So what is passion according to you, and what are you passionate about? Simple question. What is passion and what is dream? What is passion and what are you passionate about? Oh, for me, what passion is where it's something that makes me want to put aside everything else that I'm doing in my life and pursue that. Apo passion എന്ന് പറയുമ്പോൾ it comes from ഒരു ഭയങ്കര ഒരു deep rooted desire, and it's a very it's filled with muscle and flesh and blood, and അത്ര ഒരു ജീവൻ ഉള്ള ഒരു ആശ എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കില്ല, പക്ഷെ ഒരു നീഡ് in the person to be able to explore that passion. So what am I passionate about? Music. You're passionate about music? Yes. Okay, that's lovely. And from there, ഞാനൊരു question കൂടെ കൊണ്ടുവരാണ്. When I did the background check, I saw like you written fiction, I think literature try ചെയ്തിട്ടുണ്ട്, and children's books, and now into crime. Lot of different variations, Genres, diversity. genres. A lot of different genres are there, right? And also now you said like you are very passionate about music, right? So obviously, until and unless, I believe you're not fascinated about genres, you're fascinated about writing. You're very passionate about writing, right? So how do you find your passion about writing? Because ഞാൻ മനസ്സിലാക്കിയെടുത്തോളം passion is not something that comes to you. You find it through a process. It's a part of a journey that you find, and your passions change and all of that. So how did that occur? Like, how did you find your passion? You said like advertising you work here, you are a copywriter. There also you are writing, and then you went on to be something else, then you quit that to be a writer full time. So somewhere you would have felt, right, I need to do this, like I need to quit now, and this is something. So how did that happen? So for me, I was very clear right from the beginning, and I mean I didn't, ഇതിൽ കുറെ distinctions ഉണ്ട് ഞാൻ എൻ്റെ മനസ്സിൽ കാണുന്നത്, that I always wanted to be a writer. റൈറ്റർ ഞാനിതിന്റെ പാഷൻ എന്ന് പറയില്ല, കാരണം ഇത് അതിനെക്കാട്ടിലും വലിയൊരു ഇമോഷണൽ സ്പേസ് ആണത്. പറഞ്ഞാൽ എനിക്ക് റൈറ്റിംഗ് ഇസ് ലൈക്ക് ബ്രീതിങ് ഫോർ മീ. ഇഫ് ഐ ഡോണ്ട് ഡു ഇറ്റ് ഐ വിൽ ഡൈ എന്നുള്ള മാതിരിയാണ്. ഈവൻ ഇഫ് ഐ എം അൺവെൽ ഐ നീഡ് ടു റൈറ്റ്. അപ്പോ അതുകൊണ്ടാണ് ഞാൻ പാഷനറ്റ് അബൌട്ട് മ്യൂസിക് എന്ന് പറഞ്ഞാൽ ആൻഡ് നോട്ട് അബൌട്ട് റൈറ്റിംഗ്. ദിസ് ഇസ് മൈ ലൈഫ്, ദിസ് ഇസ് ഹൂ ഐ ആം, ഐ എം എ റൈറ്റർ. അപ്പോൾ ഇതിൽ റൈറ്റർ ആവണം എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ചെറിയ പ്രായത്തിൽ തൊട്ടിട്ട് തന്നെ ഐ വാസ് ലൈക്ക് വെരി ഷുവർ ദാറ്റ് വൺ തിങ് ദാറ്റ് ഐ വുഡ് ഡു ഇൻ ലൈഫ് വാസ് ടു റൈറ്റ്. അപ്പോ ദ ഡിസ്റ്റിങ്ഷൻ ദർ ഇസ് വെൻ ഐ ബിക്കേം എൻ ഓഥർ. ഓഥർ എന്ന് പറയുമ്പോഴേക്കും യു ആർ എ പബ്ലിഷ്ഡ് ഓഥർ എന്നുള്ളൊരു ഇതാണ്. അപ്പൊ അതൊരു ഇറ്റ് ബിക്കംസ് സംതിങ് എൽസ്. ഇറ്റ് മൂവ്സ് ഫ്രം ദ പ്രോസസ്. അപ്പൊ ഈ റൈറ്റിംഗ് പ്രോസസ് ഇസ് വാട്ട് ഇസ് മൈ ലൈഫ്, not being an author and the rest of it. ഇത് നമ്മള് എന്താ പറയുക, ശ്വസിക്കണ മാതിരി എനിക്ക് if I don't do this, this is my oxygen. My writing is my oxygen. And very sure about this from the time I could like hold a pen and write. And not pen alla pencil. First, I started off with a pencil. But I was very, very clear. I just was completely fascinated by language, words, stories, characters, situations. How do you create a story? Where does it come from? I don't even know how to. Sometimes I try and explain it, but it's a very intensely personal thing that എഴുതുമ്പോ Anita Nair doesn't exist. Anita doesn't exist. ആ സമയത്ത് ഞാൻ വെറും I'm just somebody who is telling a story.
എൻ്റെ ബിലീഫ് സിസ്റ്റംസ്, എൻ്റെ prejudices, എൻ്റെ biases, എൻ്റെ likes and dislikes, none of it will appear in what I write. എനിക്കൊരു കഥ പറയണം, ഈ കഥ എവിടുന്നാ വരുന്നതെന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ചിലപ്പോൾ പറയും that I'm not a religious person, but I do believe that there is a power that is greater than all of us. You can call it whatever. You can call it gravitational pull, or you can call it, heaven and hell and scriptures and all those things. But I do believe that there is something that is beyond our imagination. And that sphere which is beyond our imagination is what is feeding my imagination. And that is why for me, writing is so integral. Karnam, it is my own way of finding my zen, finding my equilibrium, finding my space. Who am I? What am I? ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ആ ഒരു സമയത്താണ് എനിക്ക് കിട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് എഴുത്ത് കഴിഞ്ഞിട്ടുള്ള പിന്നെ ബാക്കിയൊക്കെ അതൊക്കെ വേറെ കാര്യങ്ങൾ. ഇപ്പോ നമ്മളിപ്പോ ഒരു ബുക്ക് എഴുതി കഴിഞ്ഞാൽ അതിന്റെ എന്താ പറയാ, അതിനെപ്പറ്റി സംസാരിക്കുക, അതൊക്കെ വേറെ ഇറ്റ്സ് എ മോർ കോസ്മെറ്റിക് എക്സസൈസ്. പക്ഷെ ഈ റൈറ്റിംഗ് പ്രോസസ്സ്, ഐ എം ഷുവർ എനി ആർട്ടിസ്റ്റ് ഫ്രം എനി ഡിസിപ്ലിൻ വിൽ ടെൽ യു ദ സെയിം തിങ്. നമ്മൾ അറിയാത്ത ഒരു സ്പേസിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുകയാണ്. അപ്പൊ അവിടെ കിട്ടണ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു rush is amazing. And it's very addictive. You want to know that again and again. So, which is why I've written 23 books, because it keeps me going. Yeah, ഞാൻ ഈ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ഒരു കോണ്ടെക്സ്റ്റ് കൂടി ഉണ്ട്. ഞാൻ ഇന്ന് രാവിലെ I saw a video, and in that it said, you don't need, you shouldn't be like, passion is just not enough. You need obsessions. Absolutely. Like obsession is what you need. And ഞാൻ I have been trying to find my own definition for what passion is. When I again, stumbled upon the way it was defined, I felt like calling something, for example, enki videos create I love this process, like, just maybe talking, maybe just me myself, I'm fine. But maybe talking to someone, or just doing it, editing it, publishing it. This is very fascinating. And one thing I found is, like, writing is something that it's like breathing. The same way I found, more than passion, I feel like, the way I define it is the, like how we say, like antidepressant, or like, anti of something. It fills that void, like that one piece, and it changes. Like, this thing changes. Sometimes it stays forever. Maybe it changes. And this one, I've been a multi-potentialite my whole life, been very anxious and problematic with not knowing what I wanted to do. Like, literally had no clue. Like, I wanted to do like multiple things, multiple interests and all of that. I was scrutinized for that, like, what this is this, like, you don't stick at one thing. But once, at our point, I felt like, okay, that was the void. That is how I filled my void and all that. Later on, a particular phase at somehow, I don't know how, somehow videos came into the picture, started creating videos. That became fascinating. Never could this one so far. It's been few years now. Never could this one so far. So that is, I don't have like a peculiar definition or a peculiar word, but it fills my void the same way. It's like a game breathing. You go like nuts, you go mad, and you don't care like who is listening, who is watching, who is reading and all that. You just want to make sure that you speak, you like, you pour it out, right? Yeah, so I think it's like, the thing that I think an artist who thinks very seriously about their art, okay, it's a pursuit of perfection. അത്രേ ഉള്ളൂ. ആ പെർസ്യൂട്ടിലാണ് നമുക്ക് ജോയ് കിട്ടുന്നത്. അല്ലാതെ it's typically like they say, it's not the destination, it's the journey. So our journey is what keeps, kind of fuels the life that you lead. It's that
pursuit that makes you think that, you've you're on the brink of discovering something that is perfection. That moment where that നമ്മൾ പറയും sweet spot എന്ന് പറയില്ലേ, you hit that sweet spot. അപ്പോൾ once you hit the sweet spot, it's very difficult to imagine a life that doesn't have that sweet spot. So one of the things that I always think is that to be artistic is both a blessing and a curse. It's a blessing because എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഞാൻ പറഞ്ഞ ആ ഒരു എന്താ പറയുക സൂപ്പർ പവർ or whatever has kind of given you this ability to do this. A curse because ബാക്കിയുള്ള ആൾക്കാർ സുഖമായിട്ട് അവരുടെ വീട്ടിൽ അവരുടെ കാര്യങ്ങളും നോക്കി അവരുടെ ജീവിതവും ജീവിച്ച് അവര് എല്ലാവരെയും പോലെ മര്യാദയ്ക്ക് ജീവിച്ചു പോണു. നമ്മളില്ലാത്ത പ്രശ്നങ്ങൾ മനസ്സിലിരുന്ന് ആലോചിച്ച് ഈ പാരലൽ ലൈഫ് ലീവ് ചെയ്യാണ്. അപ്പോ and because of that, you're constantly like your brain is overstimulated, your mind is overstimulated. നമ്മള് എല്ലാ കാഴ്ചപ്പാടും ഒരു ഇപ്പോഴത്തെ ഞാൻ വിചാരിക്കാറുണ്ട് like people can't have a meal unless you Instagram it, right? അപ്പോഴാണ് ആ മീലാവുള്ളൂ. അതേപോലെയാണ് നമ്മൾ ശരിക്കും ഇപ്പോ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള പറയുന്ന ഒരു ആള്, നമ്മളൊരു കാഴ്ചപ്പാടിന്റെ വ്യത്യാസമാണ്. എന്ത് കണ്ടാലും അതില് ഒരു ആർട്ടിസ്റ്റിക് പോസിബിലിറ്റി കാണുകയാണ്. So when you see, even if you see a crow sitting on a electric line, അതിലൊരു ഈ കാക്ക എവിടെ നിന്നാണ് വന്നത്, എന്താണ് അതെന്താണ് ഭക്ഷണം കഴിച്ചത്, ഇനിയിപ്പോ എന്താണ് പരിപാടി, കൂട്ടിലേക്കാണോ പോണത്, നമ്മൾ അറിയാതെ കഥകൾ ഉണ്ടാക്കാൻ തുടങ്ങും എല്ലാത്തിനെയും പറ്റിയിട്ട്. അപ്പൊ അതേപോലെ തന്നെ ആയിരിക്കും ഇപ്പൊ എന്താ പറയാ, ഞാൻ ആസ് സംബഡി ഹൂ ഇസ് എന്താ പറയാ പാഷനറ്റ് അബൌട്ട് മ്യൂസിക്, എനിക്ക് എന്ത് കേട്ടാലും അതില് ഐ ക്യാൻ ഹിയർ എ നോട്ട് ഓർ ഐ ക്യാൻ ഹിയർ എ റിതം ആൻഡ് സോ അത് അറിയാതെ നമ്മളുടെ ഉള്ളിലേക്ക് വരികയാണ്. അതേപോലെ തന്നെയാണ് ഇപ്പൊ എഴുത്തില് എനിക്ക് കുറച്ചുകൂടെ മാഗ്നിഫൈഡ് ആണ്. കാരണം ദ കൈൻഡ് ഓഫ് എന്താ പറയാ സാധകം that I have put into it is incredible. Many years and years of work. So that there is it's ipo nammal parayille nasal breathing allega breathing through your mouth but it's breathing. It's the same. So ade poleyana anything that I see, I'm looking at it from the point of view of a story. If I look at a person ende മനസ്സിൽ ഓടുന്ന ഇവരെ എവിടെയെങ്കിലും ഒരു ക്യാരക്ടറായിട്ട് കേട്ടാൻ പറ്റുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാനറിസം ഒരാളില് കണ്ടാല് അത് ഒരു മേ ബി സം ഡേ ഇൻ വൺ ഓഫ് മൈ ക്യാരക്ടേഴ്സ് ഐ ഗിവ് ദിസ് മാനറിസം ടു ദാറ്റ് പേഴ്സൺ. അപ്പോ യു ആർ നെവർ ഫ്രീ ഓഫ് ദാറ്റ് എന്താ പറയാ ദാറ്റ് സൈക്കിൾ ഓഫ് തോട്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ബാക്കിയുള്ള ആൾക്കാർ സുഖമായിട്ട് വീട്ടിലിരുന്ന് അവര് ഭക്ഷണം കഴിച്ച് TV കണ്ട് കുറച്ച് കുശുമ്പൊക്കെ പറഞ്ഞ് കടന്നുറങ്ങും. പക്ഷെ നമ്മള് കടന്നുറങ്ങണ മുമ്പ് തന്നെ ലാസ്റ്റ് തോട്ട് നാളെ ഞാൻ എന്ത് സീനാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോണത്. That's my last thought. And I wake up in the morning and I'm so eager to get to work because I have to capture that thought that was there in my mind. But there's no way I can separate myself from my writing. Yeah, I think somewhere artists they are taking the whole responsibility എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. I don't know if you have seen the movie Dead Poets Society. അതില് there is Robin Williams thing, right? Like poetry, art, romance, that is what we live for, not like science and all of that. I think at the end of the day we all crave for like words, emotions and thoughts to be everywhere. So that is it. From there coming to another question, I believe like ippam parna I would think that would be my highlight of the conversation, definitely. You have been writing your story, your own story, like life story. I believe everybody is writing their own story and it's worth saying. If at all there are people who are trying and who are dreaming to write their own story in many places, in many ways, in many perspectives, right?
ആൻഡ് മോസ്റ്റ് ഓഫൻ നമ്മളത് ജസ്റ്റ് ഒരു ടാഗ് ആയിട്ട് ഫോളോയിങ് പാഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മാറ്റിയിടും. So, if I were to again take it in the same way, so that I think more people would understand, ഒരാള് who is or who have decided that, who have this dream of doing great things and finding that the pursuit of, that perfection, or following our passion, allanundengil writing their own story, as a person, who have tried, experimented, maybe failed, and maybe won few things, or tried hundreds of things and created experiences in life, won few things, not quoting it. People know like who you are and all that. So, as a youngster, as a very, as someone who is in 20s, or someone who is struggling a lot in mind, trying to find this passion, അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെയാണ് ചിന്തിച്ച് കഷ്ടപ്പെടുന്ന ആൾക്കാരോട് what would be your way of, or your way of taking it, that person conveying what it I think one of the things that a lot of people don't have room for in their life right now is time with themselves. We are always part of somebody else's life. We are all are, so much of screen time, that you're looking at reels and you're looking at videos and you're, all of that is wonderful, but we are not spending time with ourselves. നമുക്ക് വേണ്ടിയിട്ട് സമയം മാറ്റി നിർത്തണല്ലോ. നമ്മൾ ആ ഒരു യാത്ര പോവാന്ന് പറയുമ്പോൾ എല്ലാരും ഇങ്ങനെ ഭയങ്കര ചാർട്ടഡ് ഔട്ട് പ്ലാൻസ് ഒക്കെ ആയിട്ട് പോവും. അല്ലെങ്കിൽ നമ്മളിപ്പോ ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാല് ഞാൻ I see myself also as a traveler, and I'm a traveler who doesn't like to do the beaten path. അപ്പോഴും നമ്മൾ എന്താ കാണുന്ന വെച്ചാല് നമ്മളിപ്പോ ഒരു if you look at a lot of travel pieces that are coming, it's about ഞാൻ എവിടെയോ പോയി, ഞാൻ എന്റെ ബൈക്കിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ പോവായിരുന്നു, അപ്പൊ ഒരു ചായ പീടിയ കണ്ടു, അവിടെ നിർത്തി വർത്താനം പറഞ്ഞു, അതൊരു റീലായി. It's all like I want the world to see what I'm doing. അതല്ലാതെ വേൾഡ് കാണാതെ നമ്മൾ we need to spend some time going into ourselves. And അപ്പോഴാണ് we can identify what is that one thing that I would feel incomplete without in my life. If you can answer that, then you'll know what your passion is. If you're going to say that, and everybody doesn't have to be this artist. Your passion could be music. Maybe you just have to start listening to a certain kind of music and discovering more about it. Like ഇപ്പൊ നമ്മള് മലയാളം പറയണ കാരണം എത്ര ആൾക്കാർക്ക് ഇപ്പൊ നാട്ടില് ഇപ്പൊ കഥകളി പദത്തിനെ പറ്റി അറിയാം. അതിനെ കുറിച്ച് നമ്മള് കുറച്ചൊന്ന് ഡീപ്പായിട്ട് ഗവേഷണം ചെയ്യാൻ തുടങ്ങുക വെച്ചാല് the world it opens out is amazing. പക്ഷെ people don't want that. Everybody wants instant gratification. മെനക്കെടാതെ you want the pleasure. And where are you going to be able to find what your passion is? I think it's like one of the things that people should definitely do is probably just kind of like get buy a ticket and get onto a train or get onto a bus. അവിടെ പോയ അവിടെ അമ്മായിയുടെ മകൻ്റെ അവന്റെ വീട്ടിൽ പോയി താമസിക്കാം, അങ്ങനെയൊന്നല്ലാതെ പോവുക. സ്വന്തം കുറച്ച് സമയം അവൻ എന്താ പറയാ, you spend it with yourself, not with anybody else. അപ്പൊ it's only when you do that, ഒരു ഭയങ്കര എനിക്കറിയില്ല ആരാണത് പറഞ്ഞിരിക്കുന്നത്, the further you travel, the closer you come to understanding yourself എന്നാണ് പറയുന്നത്. അപ്പൊ you need to be able to go beyond your comfort zone. അപ്പോഴാണ് വാട്ട് ഈസ് യുവർ പാഷൻ എന്ന് ശരിക്കും മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊരു സാധാരണ ഇപ്പോഴത്തെ ഇക്കാലഘട്ടത്തില് ഒരു you have access to so many things. You could say that, oh, I love playing tennis, so I go and play tennis every day. But that's not a passion. That's just sport. Or, you say that I like gymming, so I go to the gym 6 days a week
or whatever it is, അങ്ങനത്തെ ഒക്കെ അങ്ങനെയാണ്. It's like I like food, so I like discovering. My passion is discovering new restaurants. എന്നൊക്കെ പറഞ്ഞിട്ട് everybody is either a blogger, or a discoverer of some sort. But what about the discovery within? ആ discovery എന്നാണ് then you become who you are. അല്ലെങ്കിൽ you are just ticking boxes. അത്രയല്ലേ ചെയ്യുന്നത്. That's very beautifully put. I think there is nothing to add on to that. That's awesome. One question, usually the last question I ask, like it's almost like 50 minutes we're talking. ഈ ഒരു ചോദ്യം why I ask is, I see every opportunity that I get to speak with someone as something that I can learn. കാരണം എന്ന് വെച്ചാൽ it's like 8 billion people, 8 billion different perspectives, 8 billion but still existing at the same moment, looking things differently, right? So I want to know like how you look at life. Adondana this is called as the 3. So the question is, if either Anithanda Munnile, you have a stage, you're on a stage, and all the 8 billion people of the world is in front of you. You have a mic, and they just ask you a question. What would be your 3 biggest lessons that you have learned from life that you would to share with them? I would think that it's important to find equilibrium within oneself, because our equilibrium you find happiness. And if you're not happy, how are you going to make the world happy? So I think it's something that's very important. And then, the second lesson that I think is, there's no, what should I say? There is no option to hard work. That, or there is no plan B for hard work. You have to work. And ipo njanadu parayan kaaranam I'm like very interested in Kathakali and Padum, ആട്ടവും ഒക്കെ ഭയങ്കര. അപ്പോൾ സാധാരണ ഒരു വേഷക്കാരനോട് പറയുക എന്താ വെച്ചാല്, ഒരു മിനിറ്റ് അരങ്ങില് പെർഫോം ചെയ്യണം വെച്ചാല് 100 മണിക്കൂർ പ്രാക്ടീസ് വേണമെന്നാണ്. അപ്പോൾ അതെന്തായാലും വെദർ നമ്മള് യുവർ എ റൈറ്റർ ഓർ യുവർ എ വെൽഡർ, ഇറ്റ് ഡസന്റ് മാറ്റർ. ആ ഒരു ഹാർഡ് വർക്കിന്റെ ആ ഒരു ഡെക്സ്റ്ററിറ്റി നമുക്ക് കിട്ടില്ലോ, അത് നത്തിങ് ക്യാൻ ഡ്യൂപ്ലിക്കേറ്റ് ഇറ്റ്. അതുകൊണ്ട് ദിസ് നെവർ എവർ റൺ അവേ ഫ്രം ഹാർഡ് വർക്ക്. And when you are, the third lesson is find that one thing, find that one dream in your life and chase that dream, because then you'll never ever be lonely, and you will never ever ask yourself this question, ഇനിയിപ്പോ എന്താ ഞാൻ ചെയ്യേണ്ടത്, അത് വരില്ല. So these are the 3 things that I would, if I had an opportunity, then this is what I would say. I would advocate. That's beautiful. Thank you so much. Apo, that brings us to the end of this conversation. And here I would love you to share audience. Obviously, my audience is mostly young, but still there are a lot of people who are parents. And I somewhere, I've read recent books from Khairunisa, who again been is an author from Penguin itself. Yeah, I know. I know of her. I don't know her. I know of her. Okay. So from there, it was very quick read, but felt refreshing. At the same time, very new. And yeah, it had a lot of things. I felt like very tiny things, but made a huge difference. So in that context, can you tell the audience where a bit about your book so that they can also check it out or maybe suggest to someone to end this out? Yeah, so I'll just talk about my children's fiction, because I guess this is what the focus is on. So children's fiction, I've done a lot of myths and fables, world myths, Indian myths, okay. Which I think one of my books that I'm very proud of
is this book that I did called, apart from Bipatu, there's this book I called, it was called Mueza and Baby Jan. And Mueza and Baby Jan is actually stories from the Quran. And there's a reason why I chose to write that book. എനിക്ക് തോന്നുന്നു 2013 or 2014 letter, കീനിയയില് there was a shooting, ഒരു മോളില്, വെസ്റ്റ് പോയിന്റ് മോൾ അങ്ങനെ പറഞ്ഞിട്ടൊരു മോളില്. അപ്പോ അത് ഒരു ഇറ്റ് വാസ് എ കൈൻഡ് ഓഫ് ഒരു ഇസ്ലാമിക് ഗ്രൂപ്പ്. ആൻഡ് വാട്ട് ദേ ഡിഡ് വാസ് ദേ കെപ്റ്റ് ആസ്കിങ് പീപ്പിൾ to identify who is a Muslim and who is a non-Muslim. What's the Prophet's mother's name? Abo, it just made me thinking that today if you ask a child in India, you know, who is Rama or who is Krishna or who is Jesus, they all know, but they know nothing about Islam. So I thought that what I would do is write a book where I take stories from the Quran and talk about it. You know, so the thing is that basically introducing a religion that is practiced in this country, but not many people outside the Islamic faith know anything about it. So, അത് എഴുതുന്ന സമയത്ത് എനിക്ക് അറിയേണ്ട ധാരാളം ആൾക്കാർ എന്നോട് പറയണത്, അയ്യോ എന്തിനാ അത് ചെയ്യണ, അതൊക്കെ ഡേഞ്ചറസ് അല്ലേ, അതൊക്കെ. ഞാൻ പറഞ്ഞു, I'm like, listen, somebody has to do it. I mean, how long will people be, what are you afraid of? I don't believe I've done anything wrong because I know I've put my hard work into it. I've examined everything. I've checked every detail. I've made sure that even down to the illustrations, when I was talking to the illustrator, all the tenets of the faith are followed. You know, that you don't suddenly draw one picture and say that this is God. You know, you don't say that, which is not done in Islam. You probably do that in Hinduism and Christianity and stuff like that. I've always thought that whatever I write for children has to make that difference, even more than when I write for adults. So I want a child. So when I was, you know, talking about Mueza and Baby Jan, അപ്പോൾ Mueza എന്ന് പറയുന്നത് മൂസ, നമ്മുടെ മലയാളത്തിലെ മൂസ എന്ന് പറയുന്നത് അത് ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ മുയസ എന്ന് എഴുതുകയാണെന്ന് മാത്രം. Moses. Sorry? Moses, right? അല്ല, മൂസ. Okay. അപ്പോ അതില് ഇപ്പോ മൂസ എന്ന് പറയുന്ന ക്യാരക്ടർ ശരിക്ക് പ്രോഫറ്റിന്റെ ഒരു പൂച്ചയുടെ പേരാണ് മൂസ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു പൂച്ച മനസ്സിലാക്കിയ കഥകളാണ് പ്രോഫറ്റ് പ്രീച്ച് ചെയ്യുന്ന കഥകൾ. അപ്പൊ ഈ ഒരു പ്രോഫറ്റിന്റെ യുനോ the cat has heard a lot of these stories. കാരണം ഈ പ്രസംഗങ്ങളൊക്കെ നടക്കുമ്പോൾ the cat is always there. So the cat then meets ഒരു ജിന്നിനെ ഡെസേർട്ടില്. അപ്പോ ആ ഒരു ഈ ജിന്നിൽ തന്നെ കുറെ കാറ്റഗറീസ് ഉണ്ട് കേട്ടോ, ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ജിൻസ്. അപ്പൊ ജാൻ എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട്. അപ്പൊ ഈ ജാൻ എന്ന് പറയുന്ന അവര് എന്താ പറയാ, അങ്ങനെ അവതാർ എടുക്കുമ്പോ they sometimes choose to become a camel, a white camel. അപ്പോ ഈ ബേബി ജാൻ എന്ന് പറയുന്നത് ഒരു കുട്ടി ജാനാണ്. അപ്പോ ഈ മൂസ ഇസ് ലൈക്ക് ദിസ് സ്ലൈറ്റ്ലി ഒരു ഓൾഡർ കാറ്റ്, സ്റ്റോറി ടെല്ലിംഗ് കാറ്റ്, who tells this Jan stories from baby Jan, the stories from the Quran, to keep the jinn amused. അപ്പോ അങ്ങനെ ആ കഥ പ്രസന്റ് ചെയ്യാണ്. അപ്പൊ അതില് കുറെ എനിക്ക് അത് ഏറ്റവും രസം എന്താ വെച്ചാൽ എന്റെ റീസേർച്ചില് ഒരു 13th സെഞ്ച്വറിയില് ഒരു വളരെ ഒരു പ്രശസ്ത ഒരു ടീച്ചർ, ഇസ്ലാമിക് സ്കോളർ ഉണ്ടായിരുന്നു. അയാളൊരു ഇങ്ങനെ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അയാൾ ഐഡന്റിഫൈ ചെയ്ത സ്റ്റോറീസ് ഞാൻ പോയി കണ്ടുപിടിച്ചിട്ട് ബേസ്ഡ് ഓൺ ദാറ്റ് ഐ റോട്ട് ദീസ് സ്റ്റോറീസ്. So what I tried to do was to open up that world, which is not available to a lot of children. And because as a non and the Islamic person, I thought ഞാൻ എഴുതുമ്പോ it will not be seen as a religious text, അല്ലെങ്കിൽ ഒരു മതത്തിനെ
ഒരു മതത്തിനെ എന്താ പറയാ പുഷിങ് ഇറ്റ് ഡൗൺ ചിൽഡ്രൻസ് ത്രോട്ട് എന്നുള്ള മാതിരി അല്ലാതെ I've written about Hindu mythology. I've written about world mythology. And now I was just getting into Islamic stories. Apo, I'm very proud of my children's fiction because I think I've put a lot into it. And so that's one of my favorite books. And of course, Vipatu is like my all-time favorite because it's not based on, mythology or scriptures. It's just from my mind. And so, That's awesome. That's awesome. Like, like your choice of writing and I'm very fascinated about the words people use while speak and generally our life. So it's very interesting and, the choice of writing, even the titles are like very, it has some pun, some thoughts, some fun, all of that. And, definitely I would like to read some books, so I'm gonna check it out as well. So thank you so much, for being here, for giving up your time and talking, open up your perspectives and sharing things that you have learned or like throughout the journey. I'm pretty sure it is definitely going to, open up some questions at least. That is what I always believe. Not even if I don't want answers to be created, but rather create questions. yeah, absolutely. So thank you so much for that. Yeah. Thank you so much for that. Yeah. And thank you, Rizwan, for having me on your show. Pleasure. Pleasure is mine. And looking forward to hosting you, somewhere down the line and, on something else, maybe you like on another book of yours and sharing perspectives on that. Thank you so much. Yeah. Thank you. Yeah. 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 Yeah.